ഒരു കപ്പ് പച്ചരിയും ഉരുളക്കിഴങ്ങും കൊണ്ട് നമുക്ക് വൈകിട്ട് നല്ലൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും നല്ല ക്രിസ്പിയായ സ്നാക്സാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല ക്രിസ്പിയാണ്, നല്ല സ്വാദുമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ അതിനു വേണ്ടി തലേ ദിവസം തന്നെ നമുക്ക് 1 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തിയെടുക്കുക. അപ്പോൾ 2-3 പ്രാവശ്യം വാഷ് ചെയ്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കുക. ഇതേപോലെ അരി നന്നായിട്ട് പൊടിഞ്ഞു വരണം, നന്നായിട്ട് കുതിർന്നിരിക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആ വെള്ളം തന്നെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മാത്രമേ നമുക്കിത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അധികം വെള്ളമായി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുതിർത്തിയ അരിയാണെങ്കിൽ ഇതേപോലെ തന്നെ അടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് പിന്നെ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ടി വരില്ല. ഇനി അതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസുകളാക്കി അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മാവിലേക്ക് തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മാവ് എപ്പോഴും ലൂസായി പോകരുത്, ഇതേപോലെ ഇത്തിരി നന്നായിട്ട് ഇതേപോലെ ഇരിക്കണം, നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടിരിക്കണം, അധികം ലൂസായി പോകരുത്. ബാറ്റർ ഇതേപോലെയാണ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ എപ്പോഴും മാവ് ലൂസായി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ ഇരിക്കണം ബാറ്റർ. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ എടുത്ത പോലെ തന്നെ ഇരിക്കണം. എടുക്കാൻ പറ്റിയ വിധത്തിൽ വേണം നമുക്ക് മാവ് തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു സവാള പൊടിയായി അരിഞ്ഞത്, 2-3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതേപോലെ അതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രമേ സവാളയും ഒക്കെ ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മാവ് ഭയങ്കര ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഇതേപോലെ പാകത്തിനാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് അധികം കറക്റ്റായിട്ട് റെഡിയായി കിട്ടില്ല. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഓരോ സ്പൂൺ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. എന്നിട്ട് ഇതേപോലെ കുറേശ്ശെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വലിയ ഇതായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, അപ്പോൾ ഉള്ളു വേവില്ല. അപ്പോൾ ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചെറിയ സ്നാക്സായിട്ട് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഒരു വശം പാകമാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് ശേഷം നമുക്ക് സ്നാക്സ് റെഡിയാക്കി എടുക്കാം. നല്ല സ്വാദാണ്, നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒട്ടും തന്നെ കരിയാതെ വേണം ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ നല്ല കളറും ആയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും, ഉള്ളു നന്നായിട്ട് വേകുകയും ചെയ്യും. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ഇനി നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് ഇതിൻ്റെ എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ കുറച്ച് സോസൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടിത് ചിലവാകും, നന്നായിട്ട് പിള്ളേർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ഈസിയല്ലേ. അപ്പോൾ അതിന് നമുക്കൊരു തലേദിവസം ഇത്തിരി അരി വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അരി നന്നായിട്ട് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ടി വരില്ല. അപ്പോൾ രാവിലെ ആണെങ്കിലും നമ്മൾ അരി നന്നായിട്ട് കുതിർത്തണം. ഒരു 10 മണിക്കൂറെങ്കിലും അരി കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് കിട്ടും. അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കപ്പ് പച്ചരി കൊണ്ട് തന്നെ കുറേ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഇതേപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എല്ലാം കുറേ സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും റെഡിയാക്കി നോക്കുക. അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുക. ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സ്നാക്സ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഈസി റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.